നമ്മുടെ ഓരോ ശ്വാസവും പാപമായി പോകുന്ന ഒരു ലോകത്തേക്ക് പോകല്ലേ. നമ്മൾ ഇടപെടുന്ന ഇടപെടലുകളും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും തെറ്റുകൾ സംഭവിക്കുന്നതായി മാറിപ്പോവല്ലേ. അതുകൊണ്ട് ഹബീബിന്റെ സുന്നത്തിലേക്ക് വാ. വോലേഗാ ഹിസാബ് ഹംസേ മാംഗേഗാ ജവാബ് ഹംസേ. നമ്മുടെ ജീവിതത്തിന്റെ ഓരോരോ സെക്കൻഡും, വർഷത്തിന്റെ എണ്ണവും മാസവും കൃത്യമായ ദിവസവും മണിക്കൂറും സെക്കൻഡും വെച്ച് നീ ഇന്ന നേരത്ത് ഇന്നത് ചെയ്തില്ലയോ എന്ന് നമ്മളെ വിചാരണ ചെയ്യാൻ പോകുന്നുണ്ട് അല്ലാഹു. വോലേഗാ ഹിസാബ് ഹംസേ മാംഗേഗാ ജവാബ് ഹംസേ. നമ്മളോട് മറുപടി പറയാൻ പറയും അവൻ. അതുകൊണ്ട് ഖോന ജവാനിയൂ കുച്ച് കാം കിയാ കരോ. അതുകൊണ്ട് യുവജനങ്ങളെ, മരണമാസന്നമാകുന്നതിന്റെ മുമ്പ് ചില നന്മകൾ നമുക്ക് ചെയ്തു പോകാം. മുൻസിഫ് തോ നസീഹത് കെ ഖാബിൽ ഭി നഹീ ലേകിൻ ഖുർആൻ കി നസീഹത് പർ കുച്ച് ഗൗർ കരോ യാറോ. ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല, ഉപദേശിക്കാൻ ഞാൻ അർഹനുമല്ല, എന്നാൽ ഖുർആൻ കി നസീഹത് പർ കുച്ച് ഗൗർ കരോ യാറോ. വിശുദ്ധമായ ഖുർആനിന്റെ സാരോപദേശങ്ങൾ നമുക്കൊന്ന് ഓർത്തു നോക്കാം. വിശുദ്ധ ഖുർആൻ നൽകുന്ന ഉപദേശങ്ങൾ അത് അല്ലാഹുവാണല്ലോ, മനുഷ്യനല്ലല്ലോ പറയുന്നത്. ആ സാരോപദേശങ്ങളൊന്ന് കേട്ടു നോക്കാം. അതുകൊണ്ട് സുന്നത്ത് പെ ചലോ യാറോ, സുന്നത്ത് പെ ചലോ യാറോ, सांसों को गुनाहों का पाबंद न करो यारो. അതുകൊണ്ട് യുവാക്കളോട് വിശുദ്ധ ഖുർആനും തിരുനബിയും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അതാണ് നമ്മുടെ ഇനിയുള്ള ചർച്ച. അല്ലാഹു നമുക്ക് ആ തിരുവഴിയിൽ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ആരോഗ്യ കാലഘട്ടം മുഴുവനും നമുക്ക് യൗവനമായിട്ട് കണക്കാക്കാൻ കഴിയും. ചില ചോദ്യങ്ങളാണ് യുവാക്കളോട്, യുവജനങ്ങളോട് ചോദിക്കുന്നത്. 3 പ്രധാനമായ ചോദ്യങ്ങൾ, അവസാനത്തെ 4ാമത്തെ അതിപ്രധാനമായ ഒരു ചോദ്യവും. ഒന്ന്, നിങ്ങളും വിശുദ്ധ ഖുർആനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഏതൊരു യുവാവ്, ഏതൊരു നാട്ടിലും പ്രശ്നങ്ങളുണ്ട്. എല്ലാ നാടുകളിലും കുഴപ്പക്കാരുണ്ട്, കുഴപ്പമില്ലാത്തവരുണ്ട്, പച്ചപ്പാവങ്ങളുണ്ട്, മഹാപോക്കിരികളുണ്ട്. എല്ലാ നാട്ടിലും നമ്മൾ ഓരോ നാടുകളിൽ ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ട് അറിയാൻ പറ്റും. എല്ലായിടങ്ങളിലും സ്വഭാവ ഗുണങ്ങൾ ഒരുപോലെയാണ്, ജനങ്ങളുടെ രീതികൾ ഒരുപോലെയാണ്. ചെറുപ്പക്കാർ വളരെ വഴിവിട്ട് ജീവിക്കുന്ന വിഭാഗങ്ങളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്. പക്ഷെ അൽഹംദുലില്ലാ ഇവിടുത്തെ സജ്ജനങ്ങളായ ഉമറാക്കളുടെ ആ മുൻനിരയിൽ നിന്നുള്ള നമ്മുടെ നേതൃത്വവും ഇവിടുത്തെ യുവജനങ്ങൾ വളരെ നന്മ നിറഞ്ഞ, വളരെ സഹവർത്തിത്വവും സൗഹാർദ്ദവും സ്നേഹവും നന്മയുമുള്ള മക്കളാണ് നമ്മുടെ ഈ പാറാട് പ്രദേശത്തുള്ളത് എന്ന് വളരെ സ്നേഹത്തോടെ അഭിമാനത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മുഖസ്തുതി പറയല്ല, കാരണം പ്രശ്നങ്ങളുള്ളിടത്ത് ഞാൻ അങ്ങനെ പറയില്ല. അത്രയും നല്ല ഒരു യുവജനങ്ങളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞു. നമ്മുടെ വോളണ്ടിയർമാർ വളരെ ചെറിയ മക്കൾ മുതൽ ഈ പരിപാടിക്ക് വേണ്ടി വെയിലുകൊണ്ടും പൊടിയിലും റോഡിലുമായി നിൽക്കുകയാണ്. ഈ ഒരു നന്മ നമുക്ക് കാലാകാലങ്ങളിൽ നമ്മുടെ നാടുകളിൽ നിലനിൽക്കണം. അവരുടെ ആ ഒരു സ്നേഹം, ദീനിനോടും അള്ളാഹുവിനോടുമുള്ള ആ ഒരു പ്രതിബദ്ധത, ആ വെളിച്ചം കെട്ടുപോവാതിരിക്കണം. ഒരു വെളിച്ചം ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമില്ല, പക്ഷെ അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ നല്ല അധ്വാനം വേണം. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ എന്ന് ദുആയിരക്കുകയാണ്. അതുകൊണ്ട് യൗവനം വിട പറയും മുമ്പേ ചില ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ആ യൗവനത്തിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കടക്കാൻ ഈ ചോദ്യങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ യാത്ര എളുപ്പമാണ്. ആദ്യത്തെ ചോദ്യം, നിങ്ങളും അള്ളാഹുവിൻ്റെ ഖുർആനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? +2 പഠിക്കുന്ന മക്കൾ മുതൽ SSLCക്ക് പഠിക്കുന്ന മോള് മുതൽ ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളും ജോലി തേടുന്നവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഒരു 40-45 വയസ്സ് വരെയുള്ള ആ ഒരു തലത്തിൽ ജീവിക്കുന്ന, ആ ഒരു പ്രായത്തിൽ ജീവിക്കുന്ന ആളുകൾ, നിങ്ങളും ഖുർആനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? നിങ്ങൾക്ക് അള്ളാഹുവിനോട് സംസാരിക്കണം എന്ന ആഗ്രഹമുണ്ടോ? വുളൂവെടുത്ത് അല്ലാഹു അക്ബർ എന്ന് കെട്ടി നിസ്കാരം തുടങ്ങിയാൽ നിങ്ങൾ അള്ളാഹുവിനോട് സംസാരിക്കുകയാണ്. അള്ളാഹുവിന്റെ സംസാരം നിങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോ? വുളൂവെടുത്ത് ഖുർആൻ ഓതിയാൽ
നിങ്ങൾ അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കുകയാണ്. ഈ ഒരു സൗകര്യം അള്ളാഹു നമുക്ക് നൽകിയില്ലയോ? നമ്മുടെ സ്രഷ്ടാവിനോട് എപ്പോൾ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒരു അപ്പോയിൻമെന്റ് ആവശ്യമില്ലാതെ വുളു എടുത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞ് അല്ലാഹു അക്ബർ. നമ്മുടെ നിസ്കാരം നമ്മൾ അള്ളാഹുമായുള്ള സംസാരമാണ്. അള്ളാഹുവിൻ്റെ സംസാരമാണ് ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ ഓതുന്നത് അള്ളാഹുവിൻ്റെ സംസാരം നമ്മൾ കേൾക്കുകയാണ്. നമ്മൾ ഇതിന് എത്ര സമയം ചെലവഴിക്കാറുണ്ട്? നമ്മുടെ മീഡിയകളും സോഷ്യൽ മീഡിയകളും നമ്മുടെ നെറ്റ്വർക്കുകളും നമ്മുടെ ഫ്രണ്ട്ഷിപ്പും ഇതിനു വേണ്ടി സമയം കളഞ്ഞതിൽ പിന്നെ അള്ളാഹുവിന് വേണ്ടി ഖുർആനിന് വേണ്ടി എത്ര നേരമാണ് നമുക്ക് ജീവിതത്തിൽ മാറ്റിവെക്കാൻ കഴിയുന്നത്? ഇതിനുത്തരം നിങ്ങൾ നൽകണം. ആ ഉത്തരം ശരിയെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം പ്രയാസമില്ല. യഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യർ യുവജനങ്ങൾ മാത്രമല്ല എല്ലാവരോടും അള്ളാഹുവിന്റെ ഹബീബിന്റെ ആഹ്വാനമാണ്, യഖ്റഉൽ ഖുർആൻ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതണമേ. അതറിയാത്തവർ പഠിക്കുക. അതിൽ മടി വിചാരിക്കരുത്. എനിക്ക് ഓതാൻ അറിയില്ല, ഇനിയിപ്പോൾ എങ്ങനെ ഉസ്താദിനോട് ചോദിച്ചു പഠിക്കുക? ഒരിക്കലും മടിപാടില്ലാത്ത വിഷയമാണത്. എന്തിനു നാണിക്കണം? അള്ളാഹുവിന്റെ സംസാരം പഠിക്കാനല്ലേ, റബ്ബിന്റെ കലാം. യഖ്റഉൽ ഖുർആന, നിങ്ങൾ ഖുർആൻ ഓതണമേ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. വിശുദ്ധമായ ഖുർആൻ ഓതി നടക്കുന്ന ആളുകൾക്ക് നാളെ സാക്ഷി പറയാൻ വിചാരണയുടെ നാളിൽ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഖുർആൻ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. നമ്മുടെ ഷെൽഫുകളിൽ കിടക്കുന്ന ഖുർആൻ, നമ്മുടെ അലമാരകളിൽ വിശ്രമിക്കുന്ന ഖുർആൻ, നമ്മുടെ വീടുകളിൽ സുലഭമായി കിടക്കുന്ന ഖുർആനുകൾ നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരും. റബ്ബേ, എന്നെ എടുത്തു നോക്കാൻ സമയം കിട്ടാത്തവരാണവർ. അവരുടെ മൊബൈൽ ഫോണുകൾ ചാർജ് തീരുമ്പോഴേക്ക് ചാർജ് ചെയ്തിട്ടുണ്ട്, ബാലൻസ് തീരുമ്പോഴേക്ക് ബാലൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അല്ലാഹുവേ, വിശുദ്ധ റമളാൻ കഴിഞ്ഞു പോയതിൽ പിന്നെ എന്നെ എടുത്തു നോക്കിയിട്ടില്ല. അവരെ സ്വയം ചാർജ് ചെയ്യാനുള്ള നിന്റെ റൂഹാനിയായ ചാർജാണ് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവേ, അവരെന്നെ എടുത്തു നോക്കിയിട്ടില്ലെന്ന് നാളെ അല്ലാഹുവിന്റെ ഖുർആൻ അത് ഉപേക്ഷിച്ചവർക്കെതിരെ സാക്ഷി പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളും ഖുർആനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഒരു ദിവസം എത്ര പേജ് ഖുർആൻ നമുക്ക് ഓതാൻ കഴിയുന്നുണ്ട്? ജീവിത തിരക്കില്ലാത്തവരാരാണ്? എല്ലാവർക്കും തിരക്കാണ്. ഈ തിരക്കിനിടയിൽ അള്ളാഹുവിന്റെ വചനത്തിന് വേണ്ടി സമയം എത്രയാണ് നമ്മൾ മാറ്റിവെക്കുന്നത്? നിങ്ങൾ പ്രശോഭിതമായ 2 വിശുദ്ധ ഖുർആനിലെ 2 സൂറത്തുകൾ മറന്നു പോവാതെ ഓതണമേ. അൽ ബഖറ വ ആല ഇംറാൻ, സൂറത്തുൽ ബഖറയും സൂറത്തു ആല ഇംറാനും. ഫഇന്നഹുമാ യഅതിയാനി കഗമാമതൈനി ഔ കഗയായതൈൻ. സൂറത്തുൽ ബഖറയും ആലു ഇംറാനും ഓതുന്ന ആളുകൾക്ക് നാളെ പരലോകത്തിന്റെ വിചാരണ നാളിന്റെ കത്തിജ്വലിക്കുന്ന ചൂടിന്റെ മേൽ അവരുടെ തലകളിലേക്ക് ആശ്വാസമായി തണലായി വരാൻ സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇംറാനും നാളെ മേഘപടലമായി മഹ്ശറയിൽ വന്നു നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറയിൽ നിൽക്കുമ്പോൾ ചില ആളുകളുടെ തലക്കുമീതെ മേഘമുണ്ട്. ആ മേഘത്തിന്റെ തണൽ അവർക്കല്ലാതെ മറ്റൊരാൾക്കും ലഭിക്കുകയില്ല. അവർക്കല്ലാതെ മറ്റൊരാൾക്കും ആ തണൽ കിട്ടില്ല. ആ മേഘപടലങ്ങൾ കാണുന്നവരറിയണം ഇവര് സൂറത്തുൽ ബഖറ ഓതിയവരാണ്, സൂറത്തു ആല ഇംറാൻ ഓതിയവരാണ്. ഔ കത്വൈറൈനി മിൻ ത്വൈരിൻ സവാഫ്. നാളെ പരലോകത്ത് നിങ്ങൾക്ക് രക്ഷയായി പറന്നു വരുന്ന 2 പറവകളാണ് ആലു ഇംറാനും സൂറത്തുൽ ബഖറയും എന്ന 2 സൂറത്തുകളെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് യുവജനങ്ങളോട് യൗവനം വിട പറയും മുമ്പേ ചോദിക്കാനുള്ളത്, നിങ്ങളിൽ വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം എത്രയുണ്ട്? അള്ളാഹുവിന്റെ ഖുർആനിന് നിങ്ങൾ എത്രയാണ് സമയം ചെലവഴിക്കുന്നത്? അതിനുത്തരം നിങ്ങളുടെ ജീവിതമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതുകയും അത് കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരോട് ഓതാൻ പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവരുണ്ടോ? വിശുദ്ധ ഇസ്ലാം പഠിക്കുന്ന ഏതൊരാളും, അത് അമേരിക്കയിലാവട്ടെ UK
ഫ്രാൻസിലാവട്ടെ, ജർമ്മനിയിലാവട്ടെ, ജപ്പാനിലാവട്ടെ, ഇന്ത്യയിലാവട്ടെ, ചൈനയിലാവട്ടെ, ഏത് മുസ്ലിമിനും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ മറക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായിയാണ്, ഹൈറ്റും വെയിറ്റും ഇല്ലാതിരുന്ന സ്വഹാബി. എന്നാൽ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വല്ലാഹി ഇന്നഹുമാ ഫിൽ മീസാനി യൗമൽ ഖിയാമത്തി അസ്ഖലു മിൻ ജബലി ഉഹുദിൻ. മെലിഞ്ഞ കാലുകളാണ്. ഒരാൾ ഇരുന്നാൽ ആ ഇരുന്ന ആളിന്റെ കൂടെ നിന്നാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ ഇരിക്കുന്ന ആളിന്റെ അത്രയേ ഹൈറ്റ് ഉള്ളൂ. വളരെ മെലിഞ്ഞവരാണ്. ഒരു മരത്തിന്റെ മുകളിൽ നബി തങ്ങൾക്ക് വേണ്ടി അറാഖിന്റെ ഒരു ശിഖരം, ഒരു കമ്പ് മുറിച്ചെടുക്കാൻ വേണ്ടി കയറിയപ്പോ, കാറ്റടിച്ചപ്പോ ആ ചെറിയ മരത്തോടൊപ്പം ആടി വീഴാൻ പോകുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മെലിഞ്ഞ 2 കാലുകൾ കണ്ടപ്പോഴാണ് സ്വഹാബിമാരിൽ ചിലർ ചിരിച്ചുപോയത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അതഅജബൂന അതദ്ഹഖൂന മിൻ ദിഖ്ഖതി സാഖി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ വണ്ണം കുറഞ്ഞതുകൊണ്ട്, മെലിഞ്ഞ കാലായതുകൊണ്ട് നിങ്ങൾ ചിരിക്കുകയാണോ? വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നഹുമാ ലഫിൽ മീസാനി യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ തുലാസിൽ കനം തൂക്കുമ്പോൾ ആ 2 കാലുകൾ അസ്ഖലു മിൻ ജബലി ഉഹുദിൻ, മദീനയിലെ ഉഹുദ് പർവ്വതത്തേക്കാൾ ഭാരമുള്ളവയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പണ്ഡിതനായിരുന്നു. ഖുർആൻ ജീവിതത്തിൽ കൊണ്ടു നടന്നപ്പോ അള്ളാഹു നൽകിയ സ്ഥാനം ആകാശലോകങ്ങളിലെ മാലാഖമാരെക്കാളും മനുഷ്യനെ അള്ളാഹു ഉയർത്തും ഈ വിശുദ്ധ കലാം കൊണ്ട്. യർഫഉ ബിഹി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ. വലിയൊരു വിഭാഗം ആളുകളെ അള്ളാഹു ഈ ഖുർആൻ കൊണ്ട് മാത്രം ഉയർത്തുന്നുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്നു മസ്ഊദ് എന്നവരെ എപ്പോഴും ഖുർആൻ ഓതുമ്പോ നബി തങ്ങൾ ചോദിച്ചു, ഇഖ്റ അലയ്യൽ ഖുർആൻ. ഇബ്നു മസ്ഊദേ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ എനിക്കൊന്ന് ഓതിത്തരുമോ? മദ്രസയിൽ പഠിക്കുന്ന മക്കള്, 2ാം ക്ലാസ്സിലും 3ലോ 4ലോ 5ലോ പഠിക്കുന്ന മക്കൾ, മനോഹരമായ ഖുർആൻ ഓതാൻ കഴിയുന്നവരുണ്ട്. നമ്മുടെ മക്കളോട് എപ്പോഴെങ്കിലും ഒരല്പസമയം മഗ്രിബ് ഇശാഇന്റെ ഇടയിലെങ്കിലും കയറി വന്ന മക്കൾ ഉറങ്ങുന്നതിന്റെ മുമ്പ്, മോളെ വിശുദ്ധ ഖുർആൻ മോളൊന്ന് ഓദിക്കേ, ഉപ്പൊന്ന് കേൾക്കട്ടെ, ഉമ്മയൊന്ന് കേൾക്കട്ടെ. നമ്മൾ ചോദിക്കണം മക്കളോട്, ഇബ്നു മസ്ഊദേ ഇഖ്റ അലയ്യൽ ഖുർആൻ, നിങ്ങൾ എനിക്ക് വേണ്ടി ഖുർആൻ ഓതിത്തരേണമേ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർത്ഥമറിഞ്ഞാലും അറിയാതെ ഓതിയാലും ഒരുപോലെ പ്രതിഫലമുള്ള അള്ളാഹുവിന്റെ കിതാബാണിത്. അർത്ഥം അറിഞ്ഞോതുന്നവർക്ക് പ്രതിഫലം ഏറെയാണ്. ഇബ്നു മസ്ഊദ് തങ്ങളെ, നിങ്ങൾ എനിക്ക് ഖുർആൻ ഒന്ന് ഓതിത്തരൂ. അപ്പോഴാണ് അത്ഭുതത്തോടുകൂടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, അഖറഉ അലൈക്കൽ ഖുർആൻ വഅലൈക ഉൻസില. നബിയെ, അങ്ങേക്കല്ലയോ അല്ലാഹു ഖുർആൻ ഇറക്കി തന്നത്, അങ്ങല്ലയോ ഞങ്ങൾക്കിത് പഠിപ്പിക്കുന്നത്, അങ്ങേക്ക് ഞാൻ ഓതിത്തരികയോ നബിയെ? അങ്ങല്ലേ ഞങ്ങൾക്ക് ഓതിത്തരേണ്ടത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങേറ്റത്തെ അദബോടെ, അച്ചടക്കത്തോടെ, സ്നേഹത്തോടെ നബിയോട് ചോദിച്ചു, അഖറഉ അലൈക്കൽ ഖുർആന വഅലൈക ഉൻസില. അങ്ങയുടെ മേലല്ലയോ അല്ലാഹു ഖുർആൻ ഇറക്കിയത്, അങ്ങല്ലയോ ഖുർആൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്, പഠിപ്പിച്ചു തന്നത്. അങ്ങ് ഓതുകയല്ലാതെ അങ്ങേക്ക് ഞാൻ ഓതിത്തരികയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി ഉഹിബ്ബു, എനിക്കിഷ്ടമാണ്, അന്നസ്മഅഹു മിൻ ഗൈരി, മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ യുവജനങ്ങൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ വാഹനങ്ങൾക്കുള്ളിൽ അള്ളാഹുവിനെ പറ്റി പറയപ്പെടുന്ന എന്തെങ്കിലും പ്രഭാഷണമോ, അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം ഖുർആനിന്റെ പാരായണമോ നമുക്ക് എത്ര മനോഹരമായി ഉപയോഗപ്പെടുത്താം. നമ്മുടെ യാത്രയിലുടനീളം ബറക്കത്ത്, മാലാഖമാരുടെ സംരക്ഷണം, ദുഷിച്ച ചിന്തകൾ വരാതിരിക്കുന്നത്. അങ്ങാടികളിലൂടെ കടന്നു പോകുമ്പോൾ പരസ്യ പലകങ്ങളടക്കം മനുഷ്യനെ തിന്മയിലേക്ക് ചിന്തിപ്പിക്കുന്ന സർവമാന സ്റ്റിമുലേഷനുകളെയും എല്ലാം മറികടക്കാൻ കഴിയുന്ന വിധം ആത്മീയമായ വെളിച്ചം നമ്മുടെ കൽബിലേക്ക് വേണമെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നമ്മൾ നടത്തണം, അല്ലെങ്കിൽ നമ്മൾ കേൾക്കണം. വാഹനത്തിലൊക്കെ എത്ര സൗകര്യമുണ്ട്, വാഹനമുള്ളവർക്ക് എത്ര സൗകര്യമുണ്ട്. വിശുദ്ധ ഖുർആൻ അനാവശ്യമായ വർത്തമാനങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു USB, എന്തെങ്കിലും ഒരു CD, ഒരു MP3, ഒരു MP4 എന്താവട്ടെ,
വിശുദ്ധ ഖുർആനിന്റെ പാരായണം നമുക്ക് കേൾക്കണം. നബി തങ്ങൾ പറയുമായിരുന്നു, മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണ്. അത് നമ്മുടെ മക്കൾ തന്നെയാണെങ്കിൽ എത്ര മനോഹരം. ഭാര്യയ്ക്ക് മനോഹരമായ ഖുർആൻ ഓതാൻ കഴിയുമെങ്കിൽ ഭാര്യയോട് ഓതാൻ പറയട്ടെ. ഭർത്താവിന് നല്ല മനോഹരമായി ഓതാൻ കഴിയുമെങ്കിൽ ഭർത്താവിൽ നിന്ന് ഭാര്യ കേൾക്കട്ടെ, ഉമ്മയിൽ നിന്ന് മക്കൾ കേൾക്കട്ടെ, മക്കളിൽ നിന്ന് ഉപ്പമാര് കേൾക്കട്ടെ. എത്ര മനോഹരമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ലോകത്തിന്റെ ഗുരുവാണ് ചോദിച്ചത്, ഇബ്നു മസ്ഊദേ ഇഖ്റഉ അലയ്യൽ ഖുർആൻ. യുവാവാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ചെറുപ്പക്കാരനാണ്, 20 വയസ്സ് പ്രായമുള്ള കാലമാണത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് യുവാക്കളോട് പറയുന്നത്, നിങ്ങളും ഖുർആനും തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ട്? യൗവനം വിട പറയും മുമ്പേ നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾ അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് സമയം എത്ര ചെലവഴിക്കാറുണ്ട്? അനാവശ്യമായ വാർത്തകളും ഫോർവേഡുകളും ലൈക്കുകളും ഡിസ്ലൈക്കുകളും തംസപ്പുകളും തംസ് ഡൗണുകളും, എന്തിനാണിതൊക്കെ? നന്മകൾ സ്വീകരിച്ച് മിണ്ടാണ്ടിരിക്കുക എന്നല്ലാതെ ആധുനികമായ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുകയും അനാവശ്യമായി നമ്മുടെ സമയം കൊല്ലുകയെന്ന് മാത്രമല്ല, ഒരുപാട് ഗീബത്തുകളും നമീമത്തുകളും ഖദ്ഫടക്കമുള്ള മാരകമായ തെറ്റുകൾ, വളരെ ഗുരുതരമായ പാപങ്ങൾ നമ്മുടെ കൺമുമ്പിലേക്ക് കടന്നു വരുന്ന കാലം. അതെല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് അള്ളാഹുവിന്റെ കലാം എടുത്ത് ഓതി നോക്കട്ടെ. നമ്മുടെ പള്ളികൾ എത്ര മനോഹരം, എത്ര സൗകര്യമുള്ള മസ്ജിദുകൾ, എത്രയെല്ലാം മുസ്ഹഫുകൾ, എത്ര മനോഹരമായ പ്രിന്റ്, നല്ല ലൈറ്റ്, നല്ല വെളിച്ചം. നമ്മുടെ മുൻഗാമികൾക്ക് അതുണ്ടായിട്ടുണ്ടോ? രാത്രികളിൽ അവർക്ക് ഓതാൻ പ്രയാസമല്ല, മണ്ണെണ്ണ വിളക്കിന്റെ മുമ്പിലല്ലേ നമ്മുടെ ഉപ്പമാര് നമ്മളൊക്കെ ചെറുപ്പകാലങ്ങൾ വളർന്നു വന്നത്. ഇന്ന് എത്ര റാഹത്താണ്, എത്ര വെളിച്ചമുണ്ട് നമ്മുടെ വീടുകളിൽ. ആ വെളിച്ചത്തിനൊരു ശുക്ർ. നമ്മുടെ വീടുകൾ അള്ളാഹു തന്നതിന് ശുക്ർ. നമ്മുടെ സൗകര്യങ്ങൾക്ക് അള്ളാഹുവിനോട് ചെയ്യേണ്ട ശുക്ർ. നമ്മൾ ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മളും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം എത്ര ദുർബലമാണ്. യഖറഉ സഹറാവീൻ അൽ ബഖറത വആല ഇംറാൻ. നിങ്ങൾ അൽ ബഖറയും ആല ഇംറാനും മുത്തനബി തങ്ങൾ ഒരു റക്അത്തിൽ, ഇതോടൊപ്പം സൂറത്തുൽ നിസാ ഓതിയിട്ടുണ്ട്, സൂറത്തുൽ മാഇദ ഒരു റക്അത്തിൽ ഓതിയിട്ടുണ്ട് നബി തങ്ങൾ. 4 സൂറകൾ ഒരൊറ്റ റക്അത്തിൽ, രാത്രി നിസ്കാരത്തിലെ ഒരു റക്അത്തിൽ. ഈ ദീർഘമായ ജുസ്ഉകൾ വരുന്ന ഈ സൂറത്തുകൾ ഒരു റക്അത്തിൽ നബി തങ്ങൾ ഓതിയത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഇതേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അതാണ് അത്ഭുതം. ഇബ്നു മസ്ഊദേ നിങ്ങൾ ഓതണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസാ ഓതാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യണം എന്ന് പറയുകയാണ്. അതിന്റെ ആശയങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഒന്നും മനസ്സിലായില്ലെന്നിരിക്കെ ഇത് അള്ളാഹുവിന്റെ കലാമാണ്, എന്റെ റബ്ബെന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അത്രയെങ്കിലും വേണം. എന്നല്ലാതെ നമ്മൾ ഖുർആൻ ഓതുന്നു, അശ്രദ്ധമായിരിക്കുന്നു, അങ്ങനെ ആവല്ലേ. ഇതെല്ലാം ജീവിതത്തിൽ അള്ളാഹു നൽകിയ ആയുസ്സിൽ ശ്വാസോച്ഛ്വാസം എന്ന മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും സങ്കീർണമായ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം. ഗ്യാസാണ് നമ്മൾ അകത്തെടുക്കുന്നത്, ഓക്സിജൻ. കാർബൺ ഡയോക്സൈഡ് നമ്മളത് പുറത്തേക്ക് വിടുന്നു, അകത്തേക്ക് ഓക്സിജൻ എടുക്കുന്നു. നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ ചെന്ന്, ശ്വാസകോശത്തിന്റെ ഉള്ളിൽ ചെന്ന് നമ്മുടെ രക്തത്തിലേക്ക് കൊണ്ടുപോകുന്ന ഓക്സിജൻ, നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഓക്സിജൻ. നമ്മൾ ആലോചിക്കുന്നുണ്ടോ? മനുഷ്യന്റെ ഒരു ശ്വാസോച്ഛ്വാസം, ഒരു നഫസ് എന്ന അറബിയിൽ പറയുന്ന നഫസ്, നമ്മുടെ ശ്വാസോച്ഛ്വാസം, നമ്മുടെ നഫ്സ് തന്നെ, ശരീരം തന്നെ നിലനിൽക്കുന്നത് നഫസ് കൊണ്ടാണ്. ആ ശ്വാസോച്ഛ്വാസങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സുഹൃതം അല്ലാഹുവിന്റെ കലാം ഓതുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസാഇൽ ഓതാൻ തുടങ്ങി. നബി തങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതുകയാണ്. സൂറത്തുൻ നിസായിലെ 41-ാമത്തെ ആയത്ത് ഓതി വന്ന കൂട്ടത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فكيف إذا جئنا من كل أمة بشهيد فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. നബിയേ ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്. നബിയേ, അങ്ങയുടെ മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളിൽ പ്രവാചക ശ്രേഷ്ഠന്മാർ വന്നുപോയ കാലഘട്ടങ്ങളിൽ
അതത് കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാർ അവർ വന്നപ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് അവരോട് പ്രതികരിച്ചത് എന്നറിയാൻ ജനങ്ങൾ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രവാചകന്മാർ നന്മ പഠിപ്പിക്കുന്നവരാണ്, അവരെ ബഹുമാനിച്ചിട്ടുണ്ടോ? അവർ പറയുന്നത് ശ്രവിച്ചിട്ടുണ്ടോ? എന്താണ് അവർ ഉത്തരം കൊടുത്തത്? അതിന്റെ മറുപടി റബ്ബിനറിയാം. എന്നാൽ പരസ്യമായി കോടാനുകോടി ആളുകൾ നിൽക്കുന്ന റബ്ബിന്റെ മശ്റയിൽ വെച്ച് അള്ളാഹു ഓരോരോ സമുദായങ്ങൾ വിസ്തരിക്കും വിചാരണയ്ക്ക് വേണ്ടി. അവരുടെ കൂടെ അവരുടെ നേതാവായ അള്ളാഹുവിന്റെ പ്രവാചകനും കൂടെ ഉണ്ടാകും. ഫകൈഫ ഇദാ ജിഇനാ, അതാണ് ഖുർആൻ പറയുന്നത്. ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, ഓരോരോ സമുദായത്തിൽ നിന്ന് അവർക്ക് സാക്ഷി പറയാനുള്ള ആളുകളെ നമ്മൾ വിസ്തരിക്കുകയും വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദാ, അങ്ങയുടെ മുമ്പിലിരിക്കുന്ന ഈ സ്വഹാബികൾക്ക് മുഴുവനും സാക്ഷി പറയാൻ നബിയെ നിങ്ങളെ നാം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ ഹബീബിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. നബി ഞങ്ങൾ കരയാൻ തുടങ്ങി. മദീ ബിൻ മസ്ഊദേ ഹസ്ബുകൽ ആൻ, ഹസ്ബുകൽ ആൻ, മദീ ബിൻ മസ്ഊദേ മതി മതി. സൂറത്തുൻ നിസായിലെ 41-ാമത്തെ ആയത്തെത്തിയപ്പോൾ ഹബീബിനെ പറ്റിയാണ് അല്ലാഹു പറയുന്നത്. നാളെ നമുക്ക് വേണ്ടി ഹബീബിനെ വിസ്തരിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും അല്ലാഹുവിന്റെ കോടതിയിൽ കൊണ്ടുവന്ന് എന്റെ റസൂൽ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? എന്റെ ഹബീബിന്റെ ആ ഹദീസുകളും ആയത്തുകളും ഖുർആനും ദീനും മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു എന്ന് അല്ലാഹു നമ്മളോട് ചോദിക്കുകയും നമ്മൾ കുറ്റക്കാരായി നിൽക്കുമ്പോൾ നമുക്ക് സാക്ഷി പറയാൻ മുത്തുനബി അല്ലാഹു വിസ്തരിക്കുകയും ചെയ്യുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഹസ്ബുകല്ലാൻ, മദീ ബിൻ മസ്ഊദേ മതി, നിർത്തുക നിർത്തുക, ഇനി ഓതല്ലേ എന്ന് നബി തങ്ങൾ പറയുകയും ഞാൻ കണ്ടു നോക്കുമ്പോൾ ഫഇദാ ഐനാഹു തദ്രിഫാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരുന്നത് ഞാൻ കാണുകയായിരുന്നുവെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ അന്നേരം കരയുകയായിരുന്നു. മഹ്ശറയെ ഓർത്തുകൊണ്ട് ഹബീബ് കരയുകയായിരുന്നു. വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം നമ്മൾ അങ്ങനെ ആവട്ടെ. അല്ലാഹു പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ഓർമ്മ വരണം നമുക്ക്. ആ ഓർമ്മ വരും എപ്പോഴെന്നറിയോ? ഒരു മാരകമായ അസുഖം ശരീരത്തിലുണ്ടെന്ന് വരുമ്പോ അല്ലാഹു എല്ലാവർക്കും ശിഫ നൽകട്ടെ, അല്ലാഹു കാവൽ നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. ക്യാൻസറിന്റെ സ്റ്റേജുകളിൽ ഇന്ന സ്റ്റേജ് എത്തി, ലാസ്റ്റിലാണ്. റേഡിയേഷൻ ചെയ്തിട്ട് കാര്യമില്ല, കീമോ ചെയ്തിട്ട് കാര്യമില്ല, കൊണ്ടുപോയിക്കോളൂ വീട്ടിലേക്ക്. രോഗികളോട് പരസ്യമായി ഡോക്ടർമാർ സംസാരിക്കും, നിങ്ങൾക്ക് ഇന്ന രോഗമാണ്, ഞങ്ങളുടെ കണക്ക് പ്രകാരം ഇത്രയേ നിങ്ങൾക്ക് ആയുസ് കാണുന്നുള്ളൂ, 2 മാസം, 1 ദിവസം, 1 മാസം, 2 ആഴ്ച എന്ന് രോഗികളോട് പറയുന്ന കാലമാണിത്. രോഗിയുടെ അവകാശമാണ് അത്രയത്. രോഗികളോട് പറയും ഡോക്ടർമാർ, പച്ചയിൽ പറയും. നമ്മൾ മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഞാൻ ഈ പറയുന്നതിന്റെ പൊരുൾ നമുക്ക് അന്നേരം ശരിക്ക് ബോധ്യപ്പെടും. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരുങ്ങുന്നത്. ഞാൻ എന്ത് ചെയ്തു റബ്ബേ? ഞാനിപ്പോ എന്ത് ചെയ്തു? സമയം കഴിഞ്ഞല്ലോ, 2 ആഴ്ച ഇത്രയുള്ളൂ എന്റെ മുമ്പിൽ, 1 മാസം, 4 മാസം കഴിഞ്ഞാൽ ഞാൻ മണ്ണിന്റെ ഉള്ളിലേക്കോ പടച്ചവനെ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. സമയമുണ്ടോ? ഇനി ഞാൻ ഓതിച്ച് എവിടെ എത്താൻ? ഓത്തുപോലും പഠിച്ചില്ലല്ലോ, ഖുർആൻ ഓതാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ എവിടുന്ന് പഠിച്ചു തുടങ്ങും? അതുകൊണ്ട് മുഅ്മിനേ സമയമുണ്ട്. യൗവനം തീരും മുമ്പേ മറുപടി പറയണം. അല്ലാഹുവിന്റെ ഖുർആനിന് വേണ്ടി നമ്മൾ എത്ര നേരമാണ് ചിലവഴിക്കുന്നത്? എത്ര നേരം? അല്ലാഹുവിന്റെ കലാമുമായി നമുക്ക് ബന്ധമില്ലെങ്കിൽ ആത്മീയമായ ഉത്തേജനം എവിടെ നിന്ന് കിട്ടും? ആത്മീയ വെളിച്ചം എവിടെ നിന്ന് കിട്ടും? പൈശാചികതയുടെ സർവന്ധാകാരത്തിൽ നിന്ന് നന്മയുടെ വെളിച്ചത്തിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോവാൻ അല്ലാഹുവിന്റെ കലാമിനല്ലാതെ എന്തിനാണ് കഴിയുക? അതുകൊണ്ട് അല്ലാഹുവിന്റെ കലാമിന് വേണ്ടി സമയം ചെലവഴിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ കലാമുമായി അടുത്ത ബന്ധം പുലർത്താൻ അല്ലാഹു നമുക്ക് തന്നെ തൗഫീഖ് നൽകട്ടെ. അവന്റെ അല്ലാഹുവിന്റെ കാരുണ്യം അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ പ്രവർത്തകന്മാർ വരുന്നുണ്ട്. ബക്കറ്റുമായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച നല്ലൊരു സ്വതക്ക നമ്മുടെ ഈ പരിപാടിയിലേക്ക് കൊടുക്കുക. അള്ളാഹു അതുകൊണ്ട് നമ്മൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വിധിച്ച എന്തെങ്കിലും വിപത്തുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്വതക്ക കൊണ്ട് അള്ളാഹു തട്ടി ദൂരത്താക്കട്ടെ. അതുകൊണ്ട് കാര്യമായ നല്ല കനത്തിൽ തന്നെ കൊടുക്കാൻ കഴിയുന്ന ആളുകൾ കൊടുക്കണം. സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ അത്ഭുതമാണ്. സയ്യിദ് ഖുതുബിന്റെ ഫീ ദിലാലിൽ ഖുർആൻ എന്ന വ്യാഖ്യാനം എഴുതിയ സയ്യിദ് ഖുതുബുണ്ട്. അദ്ദേഹത്തിന്റെ വിവിധ വീക്ഷണങ്ങളുണ്ട്. നമ്മൾ ഇതിലേക്കല്ല പോകുന്നത്.
ഇസ്ലാമിക് സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അതൊന്നും ഇന്ന് മെജോറിറ്റി ഓഫ് ഉലമ അംഗീകരിക്കുന്ന വിഷയങ്ങളല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ ഒരുപാട് നന്മകൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഈജിപ്തിൽ നിന്ന് യൂറോപ്പിലേക്ക് ഒരു കപ്പൽ വഴി സൂയസ് കനാൽ മുറിച്ച് ആ വഴി അദ്ദേഹം മെഡിറ്ററേനിയൻ കടൽ കഴിഞ്ഞ് അദ്ദേഹം യൂറോപ്പിലേക്ക് പോകുന്ന തൻ്റെ ഒരു യാത്രയുടെ കഥ വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനം എഴുതിയ സയ്യിദ് ഖുത്ബ് പറയുന്നുണ്ട്. അവർ ഒരു 10-20 ഈജിപ്ഷ്യൻ ചെറുപ്പക്കാരോടുകൂടെയാണ് സയ്യിദ് ഖുത്ബ് ഈജിപ്തിൽ നിന്ന് പോകുന്നത്. കപ്പലിലാണ് യാത്ര. അപ്പോൾ ചെക്കോസ്ലോവാക്യരായ ചെക്ക് റിപ്പബ്ലിക്കിലെ പൗരന്മാർ ഒരു സംഘം ആളുകൾ ആ കപ്പലിലുണ്ട്. അവരും അടക്കം ഈ മുസ്ലിം ചെറുപ്പക്കാർ, അറബികൾ, ഈജിപ്തുകാർ, മിസ്രികൾ അവരും ഒരുമിച്ച് കപ്പലിൽ ഒരു വെള്ളിയാഴ്ച ദിവസത്തെ യാത്രയാണ്. അന്ന് അവരാ കപ്പലിൽ ജുമുഅ നിസ്കരിച്ചു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ മസ്അലകൾ എന്താണെന്നതല്ല ഞാൻ പറയുന്നത്. സയ്യിദ് ഖുത്ബതിൽ ഇമാമു നിന്നു, സബ്ബിഹിസ്മ റബ്ബിക്കൽ അലയും ഹൽ അതാക ഹദീസുൽ ഗാഷിയ, ഈ 2 സൂറത്തുകളും 2 റക്അത്തിലായി നിസ്കരിച്ചു. പിന്നിൽ ചെറുപ്പക്കാരായ ഒരു സംഘം ആളുകൾ, അവരുടെ മറ്റു മുസ്ലിമീങ്ങളായ ആളുകളും ഈജിപ്തുകാരും അടക്കം ഒരു സംഘം ആളുകൾ അവിടെ ജുമുഅ നിസ്കരിച്ചു. സയ്യിദ് ഖുത്ബിൻ്റെ ഖുർആനിൻ്റെ പാരായണം കേട്ടിട്ട് ചെക്കോസ്ലോവാക്യക്കാരിയായൊരു പെണ്ണ് പൊട്ടിക്കരഞ്ഞു. അവൾക്ക് അറബി അറിയില്ല, പൊട്ടിക്കരഞ്ഞു. ഹൽ അതാക ഹദീസുൽ ഗാഷിയ വജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. നരകത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട് അവിടെ, സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഹൽ അതാക ഹദീസുൽ ഗാഷിയ. ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് അറബ് ഭാഷ അറിയാത്ത ചെക്കോസ്ലോവാക്യക്കാരിയായ ഈ പെണ്ണ്, ചെക്ക് റിപ്പബ്ലിക്കുകാരിയായ യുവതി പൊട്ടിക്കരഞ്ഞപ്പോ ഗൈഡിനോട് ചോദിച്ചു, ഇദ്ദേഹം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം, എന്തിനാണ് ഇവർ കരയുന്നത്? അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ ഖുർആനിന്റെ പാരായണം കേട്ടപ്പോ അവരുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു കുലുക്കം, എന്തെന്നില്ലാത്തൊരു പെടക്കൽ, എന്തോ ഒരു അത്ഭുതം സംഭവിച്ചു എന്നവർ പറയുന്നു. വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ടപ്പോ അറബി അറിയാത്ത ഒരാൾ വിശുദ്ധ ഖുർആനിലേക്ക് ശ്രദ്ധിച്ചാൽ അത് റബ്ബിന്റെ വചനമാണ്, മനുഷ്യനെ കൊണ്ടുണ്ടാക്കാൻ കഴിയില്ല. അത് നമ്മൾ എത്ര അറബി പഠിച്ചിട്ടും കാര്യമില്ല. ഖുർആനിനോളം എത്താൻ ഒരു മനുഷ്യനോ ജിന്നിനോ സാധ്യമല്ല. ഖുൽ ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിൻ, മനുഷ്യരും ജിന്നുകളുമെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നിട്ട് ഈ ഖുർആൻ പോലത്തെ ഒരു ഗ്രന്ഥമുണ്ടാക്കാൻ അവരെങ്ങാനും പരിശ്രമിച്ചാൽ അതിന് സമാനമായത് കൊണ്ടുവരാൻ മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും സാധ്യമേ അല്ല എന്ന് വിശുദ്ധ ഖുർആൻ തീർത്തു പറയുന്ന അള്ളാഹുവിന്റെ ഈ കിതാബ് നമ്മളൊന്ന് കേൾക്കണം. അമുസ്ലിമീങ്ങളായ ആളുകൾ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് പ്രകമ്പനം കൊള്ളുന്നുണ്ട്, അത്ഭുതം തോന്നുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട് അവർക്ക്. നമ്മളും വിശുദ്ധ ഖുർആൻ ഒന്ന് കേൾക്കുക, നമ്മൾ ഓതുക. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വഭാവമുണ്ടായിരുന്നു, രാത്രികാലങ്ങളിൽ നബി തങ്ങൾ ഇങ്ങനെ നടക്കും വീടുകൾക്കിടയിലൂടെ. എന്തിനാണെന്നറിയോ? ആരെങ്കിലും ഖുർആൻ ഓതുന്നുണ്ടോ അവരുടെ ഖുർആനിന്റെ പാരായണം കേൾക്കാൻ. അന്നത്തെ വീടുകൾ അങ്ങനെയാണ്. ഇന്ന് നടന്ന നല്ല ഹിന്ദി സീരിയലിന്റെ സൗണ്ട് കേൾക്കാം അല്ലേ, മുസ്ലിം വീടുകൾക്ക് ചുറ്റും. ഇടയിലൂടെ നടന്നുപോയാൽ സിനിമ, കോമഡി പരിപാടികൾ, റിയാലിറ്റി ഷോകൾ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം. സമയത്തിന്റെ വില അറിയാത്തവരാണത് ചെയ്യുന്നത്. അത്രയും ഞാൻ പറയൂ, സമയത്തിന്റെ വില അറിയാത്തവർ. മനുഷ്യനിവിടെ പലതും ചെയ്യാനുണ്ട്, ഒരുപാട് നന്മ ചെയ്തു തീർക്കാനുണ്ട്, ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട് എന്ന് ബോധ്യമുള്ള ഒരാൾക്ക് സമയം ഇങ്ങനെ ടെലിവിഷന്റെ മുമ്പിൽ കൊല്ലാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഹബീബ് അന്നത്തെ വീടുകൾക്കിടയിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോകുന്നത്. ആരൊക്കെയാണ് ഖുർആൻ ഓതുന്നത്, ഏതൊക്കെ സൂറകളാണ് ഓതുന്നത് എന്ന് കേൾക്കാൻ. അങ്ങനെ ഒരു വീടിന്റെ അരികത്തുകൂടെ പോകുമ്പോൾ ഒരു പ്രായമായ ഉമ്മ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു ഉമ്മ ഓതുകയാണ്, ഹൽ അതാക ഹദീസുൽ ഗാഷിയ വജൂഹു യൗമഇദിൻ ഖാശിഅ. അല്ലാഹുവിന്റെ ഹബീബ് കടന്നു പോകുമ്പോൾ ഫസ്തമഅ മറത്തൻ മിനൽ മറാത്തി മിൻ വറാഇൽ ബാബ്. വീടിന്റെ വാതിലിന്റെ മുമ്പിൽ, അന്നത്തെ വീടുകൾ അങ്ങനെയാണ്, വഴിയിലേക്കാണ് തുറക്കുക. വഴിവക്കിലുള്ള പഴയകാല വീടുകളൊക്കെ നമ്മൾ സങ്കല്പിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും.
വാതിൽ അന്ന് മുറ്റങ്ങളില്ലല്ലോ, തുറക്കുന്നത് റോഡിലേക്ക്. ആ വാതിലിന്റെ അരികത്ത് മുത്തനബി തങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ പ്രായമായൊരു വല്യമ്മ ഖുർആൻ ഓതുന്നത് കേട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് പ്രായമുള്ള ആളുകൾ ടിവിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. എനിക്ക് അതിലാണ് പേടി. സമയം കഴിഞ്ഞ് അസർ കഴിഞ്ഞ് മഗ്രിബ് ആവാനായി, എന്നിട്ടും ടിവിൻ്റെ മുമ്പിൽ എഴുന്നേൽക്കുന്നത്. ഏത് ആയുസ്സിലാണ് ഞാൻ പറയുന്നത്. ആയുസ് അസർ കഴിഞ്ഞ് മഗ്രിബ് ആയിട്ടുണ്ട്, എന്നിട്ടും സീരിയലും സിനിമാ നടന്മാരുടെ കഥകൾ. ഞാൻ പറയട്ടെ, വീട്ടിലെ വാപ്പ മകൻ്റെ മകളെ കയറി പിടിച്ചു എന്ന് പറയുന്നത്, വാപ്പ മകളെ കയറി പിടിച്ചു, വീട്ടിൽ വരുന്ന ജോലിക്കുന്ന പെണ്ണിനുമായി ഭർത്താവിന് അവിഹിത ബന്ധമുണ്ടോ, ഇതൊക്കെ ഏത് ഭർത്താക്കന്മാരെന്ന് പറയുന്നത് സിനിമ കാണുന്ന ആളുകളാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞേരേ, സിനിമയോ സീരിയലോ ഇതിലുള്ള നൃത്തരംഗങ്ങളും സിനിമ അതിൻ്റെ അഭിനയങ്ങളും ഒക്കെ മനുഷ്യനെ വ്യഭിചാരത്തിനാണ് പ്രേരിപ്പിക്കുന്നത്. അങ്ങനത്തെ വാപ്പമാരായി കയറി പിടിക്കുന്ന പരിപാടി ചെയ്യുന്നത്. സ്വന്തം ഭർത്താവിൻ്റെ ഉപ്പ വീട്ടിലുള്ളത് കൊണ്ട് ആ വീട്ടിൽ താമസിക്കാൻ പറ്റാതെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഫാമിലി ഞാൻ കേട്ടിട്ടുണ്ട്. സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി താമസിക്കാം. ഭർത്താവിൻ്റെ വീട്ടിലെ ഭർത്താവിൻ്റെ ഉപ്പാക്ക് മാനസിക രോഗമാണ് എന്ന് അവർ പറയാറ്. അപ്പോൾ എന്താ ഈ മാനസിക രോഗം എന്ന് ആലോചിച്ചപ്പോഴാണ് അവരാ കുടുംബം വിഷയം പറഞ്ഞത്. സ്വന്തം മകൻ്റെ ഭാര്യയെ വാപ്പ കണ്ണുവെച്ച് നടക്കാൻ. ഇതെങ്ങനത്തെ വാപ്പയെന്നറിയോ? ഈ റിമോട്ട് പിടിച്ച് നടക്കുന്ന വാപ്പമാർ. ആ സ്വഭാവമുള്ളവർക്കിത് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിഭാഗം ആളുകളെ അല്ലാഹു നാളെ വെറുക്കുമെന്നും ലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ, കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു നോക്കുകയില്ല അവരിലേക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് അതിൽ ഒന്നെന്നറിയോ? ശൈഖുൻ സാനിൻ, പ്രായം ഒരുപാടായിട്ടും വ്യഭിചാരം ചിന്തിച്ച് നടക്കുന്ന മനുഷ്യൻ. പ്രായം ഒരുപാടായിട്ടുണ്ട്, എന്നാലും വ്യഭിചാരമാണ് ചിന്തിക്കുന്നത്. മആദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.